അതിമനോഹരമായ ഒരു മകരസംക്രമ സന്ധ്യയാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് കഴിഞ്ഞുപോയത്. അയ്യപ്പസ്വാമിക്ക് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടന്നു. തിരുവാഭരണ ഘോഷയാത്ര അതിഗംഭീരമായിട്ടാണ് സന്നിധാനത്തേക്ക് വന്നത്. വലിയ വരവേൽപ്പായിരുന്നു ദേവസ്വം ബോർഡ് അധികൃതർ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നൽകിയത്. എല്ലാം പതിവ് പോലെ ദീപാരാധന കഴിയുന്നു. ഏതാണ്ട് 6:45 കൂടി ദീപാരാധന 6:47, 48, 50 ആവുമ്പം ആദ്യത്തെ മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞു. എന്തായിരുന്നു ഈ സന്നിധാനത്തെ അവസ്ഥ? സന്നിധാനത്ത് ശരണം വിളികൾ മാത്രം, ഒരു സൂചി കുത്താനിടമില്ലാത്ത തരത്തിൽ ഭക്തന്മാർ കൂടി നിൽക്കുകയാണ്. എല്ലാവരും ദീപാരാധന കഴിഞ്ഞു. ആ മണികളുടെ ശബ്ദം നിലച്ചു. എല്ലാവരും ആ കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ റാന്നി MLA പ്രമോദ് നാരായണൻ അടക്കമുള്ള ആൾക്കാർ വാരണ്ടാമ്പടിയോട് ചെയ്യാൻ, ഞാനും അതേ കൂടെ അടുത്താണ് നിന്നത്, ആ മുന്നോട്ട് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ആ ആദ്യത്തെ മിന്നി പറയുന്ന കാഴ്ച സത്യം പറഞ്ഞ് ഞാൻ കണ്ടില്ല, അദ്ദേഹം കണ്ടില്ല. എല്ലാവരും ശരണം വിളിച്ചപ്പോഴാണ് അവിടെ മകര വിളക്ക് തെളിഞ്ഞു എന്ന് മനസ്സിലായത്. രണ്ടാമത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. രണ്ടാമത്തേത് കണ്ടും മൂന്നാമത്തെ മകരവിളക്ക് കണ്ടും വലിയ ഭയങ്കര എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു അനുഭൂതിയാണ്. പിന്നീട് അതിൻ്റെ വിവരണം നൽകിയപ്പോൾ ഉള്ള സന്തോഷം. ഒപ്പം തിരുവാഭരണ ഘോഷയാത്ര 18 പടി കടന്ന് തിരുവാഭരണ പേടകം മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ തിരുവാഭരണ പേടകത്തിൽ തൊടാൻ വേണ്ടി ആൾക്കാർ, ഭക്തന്മാർ നിൽക്കുന്ന ഒരു കാഴ്ച ഞാനും തൊഴുതു. ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ തിരുവാഭരണ ഘോഷയാത്ര വലിയ നടപ്പന്തലിലേക്ക് കടന്നു വരുമ്പോഴാണല്ലോ സന്നിധാനം അത് ഏറ്റുവാങ്ങുന്നത്. ആ ദൃശ്യം, ആ ശരംകുത്തിയിൽ നിന്ന് ഇറക്കം ഇറങ്ങി വലിയ നടപ്പന്തലിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൃശ്യം അതെങ്ങനെയായിരുന്നു വലിയ നടപ്പന്തലിൽ നിന്ന് അശ്വത്തിന് തോന്നിയത്? വലിയ നടപ്പന്തലിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഈ രണ്ട് വശത്തു നിന്നും ശരണം വിളികൾ ഇങ്ങനെ ഉച്ചത്തിൽ മുഴങ്ങുകയാണ്. ആ അന്തരീക്ഷം അതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല, അതിന്റെ ഇരട്ടി ഊർജ്ജമായി മാറി. പിന്നെ ആ തിരുവാഭരണ പേടകങ്ങൾ ഇങ്ങ് 18 പടിക്ക് താഴെ അടുത്തതോടുകൂടെ അതിന്റെ 3 or 4 ഇരട്ടി ഊർജ്ജമായി മാറി. സത്യത്തിൽ എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ആശ്ചര്യപ്പെട്ടു എന്ന് പറയാതല്ലാതെ വേറൊന്നുമില്ല. മാത്രമല്ല, കണ്ണേട്ടൻ പറഞ്ഞു ആദ്യത്തെ മകരവിളക്ക് തെളിഞ്ഞത് കണ്ടില്ല. പക്ഷെ ഞാൻ ഭാഗ്യവശാൽ നമ്മൾ ഒരുമിച്ചാണ്, ഞങ്ങൾ ഒരുമിച്ച് വാവരനാടൻ നിന്നിട്ടാണ് മകരവിളക്ക് കാണുന്നത്. കാരണം നമുക്ക് പൊസിഷൻ അറിയാമല്ലോ. അപ്പൊ അവിടെ ആവുമ്പം ഒരു ത്രികോണാകൃതി 2 മരങ്ങളുടെ ഇട കിട്ടും. ഞങ്ങൾ അവിടെ നിന്ന് സൂക്ഷ്മമായി നിന്നു. അവിടെ മറ്റ് അയ്യപ്പന്മാരുണ്ടായിരുന്നു. കറക്റ്റ് അവിടെ തന്നെ മകരവിളക്ക് ആദ്യത്തെ തെളിഞ്ഞു, രണ്ടാമത്തെ തെളിഞ്ഞു, മൂന്നാമത്തെ തെളിഞ്ഞു. ആദ്യത്തെ ആ കാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? സത്യത്തിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് എന്തായിരുന്നു അനുഭവം എന്നുള്ളത്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു കാഴ്ച എന്ന നിലയിൽ അത് എപ്പോഴും മനസ്സിലുണ്ടാവും. അതിലൊരു സംശയമില്ല. ആദ്യം നേരിട്ട് കണ്ട കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിഗംഭീരമായിട്ടുള്ള, കഴിഞ്ഞ വർഷത്തേനേക്കാൾ അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം എനിക്ക് പറയാൻ സാധിക്കും, കഴിഞ്ഞ വർഷത്തെ അത്രയും തിരക്ക് ഇക്കുറി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ നേരിട്ട് കണ്ടു, സന്തോഷം. പക്ഷേ നമ്മളുടെ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ അതിന്റെ ഒരു അനുഭവം അതുപോലെ തന്നെ ഒട്ടും ചോരാതെ തന്നെ ആസ്വദിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? എല്ലാവരിലേക്കും അത് എത്തിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഈ മകരവിളക്ക് കാണാൻ വേണ്ടി ഒരുപാട് പേര് പാണ്ടിത്താവളത്തുണ്ടായിരുന്നു. ഈ തിരുവാഭരണ പേടകം സന്നിധാനത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപൊക്കെ മരച്ചില്ലകൾ വഴിയൊക്കെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ മുകളിലേക്ക് അയ്യപ്പസ്വാമിയാർ കയറുന്നുണ്ടായിരുന്നു ഈ മകരവിളക്ക് കാണാൻ വേണ്ടി. അങ്ങനെ കയറി ഞാൻ അന്നേരം ഒന്ന് പേടിച്ചു. കാരണം ഒരുപാട് ടെറസുകളുടെ മുകളിൽ അയ്യപ്പസ്വാമിയാർ, അവിടെ റെസ്ട്രിക്ഷൻ ഉള്ളതാണ്, കയറാൻ പാടില്ല. എല്ലാവരും കയറി. പക്ഷേ പെട്ടെന്ന് ഈ ദീപാരാധന കഴിഞ്ഞു, മകരവിളക്ക് കഴിഞ്ഞു. ഏതാണ്ട് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ആ പാണ്ടിത്താവളത്തു നിന്ന് താഴോട്ടുള്ള വഴി 1008 പടി അതുവഴി ഒരു പുഴയങ്ങൊഴു, മനുഷ്യപ്പുഴയങ്ങ് ഒഴുകി അങ്ങ് പോയി. ഇപ്പൊ ആരുമില്ല. സന്നിധാനം ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ 8:30 മണിക്ക് നടക്കുന്നത് ഈ സന്നിധാനത്തെ അയ്യപ്പനെ കണ്ട്, തിരുവാഭരണം ചേർത്ത് നിൽക്കുന്ന അയ്യപ്പനെ കണ്ട് തൊഴുത് ഭക്തന്മാരൊരു പമ്പാ നദി പോലെ താഴേക്ക് പമ്പയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കണ്ടില്ല? അയ്യപ്പനെ കണ്ടു, വളരെ സന്തോഷം. നേരത്തെ കണ്ട പോലെയാണോ അയ്യപ്പനെ? അല്ല, മാറ്റമാണ്. 2 വാളുകൾ. എനിക്ക് തോന്നുന്നു നേരത്തെ അയ്യപ്പന്റെ സാക്ഷാൽ വിഗ്രഹം ഒരുപക്ഷെ നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ മനസ്സിൽ പക്ഷെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന്റെ വിഗ്രഹം എനിക്കിപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ നാളെ രാവിലെ ഓർത്ത് നോക്കും കിട്ടില്ല. ഏതായാലും ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് ഉത്സവം കഴിഞ്ഞതിന്റെ സന്തോഷമാണ്. ഈ ചടങ്ങുകൾ അവസാനിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ശബരിമലയിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ആരംഭം തന്നെയാണിത്. ഇത് 1-ാം തീയതിയാണ്. മകരം 5 വരെ ഇനി മണിമണ്ഡപത്തിൽ പ്രത്യേക പൂജകൾ, കളമെഴുത്ത്, പാട്ട്, ഇനി ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത്, അതിനുശേഷം ഈ മണിമണ്ഡപത്തിലെ ഗുരുതി, അതെല്ലാം കഴിഞ്ഞാണ് നട അടയ്ക്കുന്നത്. ഈ മകരവിളക്ക് പൂജകൾ പൂർത്തിയാക്കി തിരുവാഭരണ പേടകം തിരിച്ച് പന്തളത്തേക്ക് തന്നെ യാത്രയാക്കി. നമ്മുടെ ഒരു പ്രത്യേകത, പന്തളത്ത് രാജപ്രതിനിധി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 12-ാം തീയതി ആകുമ്പോഴത്തേക്കും രാജപ്രതിനിധി ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാര്യം അവിടെ ഒരു മരണമുണ്ടായതുകൊണ്ട് ഹൈന്ദവ വിശ്വാസപ്രകാരം ഇപ്പല എന്ന് പറയും, അത് ഉള്ളതുകൊണ്ട് വരാൻ സാധിക്കുന്നില്ല. അത് കഴിയുമ്പം അവർ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.
ഏതായാലും നമ്മുടെ മകരവിളക്ക് റിപ്പോർട്ടിംഗ് ടീം അതെ ഏതായാലും നല്ലൊരു മകരവിളക്ക് നമ്മളെ 3 പേരെ മാത്രമേ പ്രേക്ഷകർ കണ്ടുള്ളൂ. അത് മാത്രമല്ല ഒരു വിപുലമായ സംഘം, ഒരു 10-20 പേരടങ്ങുന്ന വിപുലമായ സംഘമാണ് മാതൃഭൂമിയുടെ സന്നിധാനത്തുണ്ടായിരുന്ന ടീം. ഏതായാലും നല്ലൊരു മകരവിളക്ക് കഴിഞ്ഞതിന്റെ സംതൃപ്തി, അത് കാണാൻ സാധിച്ചതിന്റെ ആത്മനിർവൃതി, അതിനൊപ്പം അത് പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ മാതൃഭൂമി ന്യൂസ് അതിയായി അഭിമാനിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പമ്പയിൽ ബിലാലും ടീമും ഉണ്ടായിരുന്നു, തിരുവാറൂർ ഘോഷയാത്രയ്ക്കൊപ്പം ആദിത്യനുണ്ടായിരുന്നു, ഷിനോജ് എരുമേലി ഉണ്ടായിരുന്നു, പിന്നെ അരുൺ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ടീം, അവരുടെ എല്ലാം ക്യാമറ ടീം ഉണ്ടായിരുന്നു. മുഴുവൻ സ്ഥലത്ത് നിന്നും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട്, ഈ മകരവിളക്ക് ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇടതടവില്ലാതെ അവിടുത്തെ ഓരോ വിശേഷങ്ങളും എത്തിച്ചിരുന്നു. ഏതായാലും നമ്മളിപ്പോൾ മകരവിളക്ക് ചടങ്ങ് കഴിഞ്ഞ് ശബരിമല സന്നിധാനത്ത് നിന്ന് വിട പറയുകയാണ്. അടുത്ത മകരവിളക്കിന് വീണ്ടും കാണാം. സ്വാമി ശരണം. സ്വാമി ശരണം.